ഹായ് ഓൾ, ദിസ് ഈസ് സാറ്റർഡേ മോർണിംഗ്. ഇന്ന് ഇവിടെ സ്കൂളുള്ളത് കൊണ്ട് കാപ്പിയൊക്കെ നേരത്തെ തന്നെ ഒരുക്കിയേ. കാപ്പിക്ക് പനിയാരമാണ് ഉണ്ടാക്കിയത്. എൻ്റെ കാപ്പി എവിടെ എന്നാണ് ഈ കൊക്കോ വന്ന് ചോദിക്കുന്നത്. കൊക്കോയ്ക്കും ഫിഷിനും എല്ലാം ഫുഡ് കൊടുത്തേ. ഇപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ ഒരു യാത്രയുണ്ടെന്ന്. അപ്പോൾ അടുത്ത ആഴ്ചയിലത്തേക്ക് ഞാൻ ചെയ്യാൻ വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ തീർക്കണം. അതിലൊന്നാണ് കൊക്കോയുടെയും സ്നോയുടെയും വാക്സിനേഷൻ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് 12 മണി വരെ മാത്രമേ വെറ്റിനറി ഹോസ്പിറ്റലുള്ളൂ. അതിൻ്റെ അർജൻറ്റിലാണേ. ഇപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും രണ്ടുപേരെയും ഒരേ കൂട്ടിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ രണ്ടുപേരെയും ഹൗസിനകത്താക്കിയേ. ഇവർക്ക് രണ്ടുപേർക്കും യാത്രകൾ പോകുന്നത് വലിയ സന്തോഷമാണ്. എവിടെയോ ലോങ് ജേർണി പോകുവാണെന്നാണ് വിചാരം. ഇവരുടെ ബെൽറ്റും വാക്സിനേഷൻ കാർഡുമാണ് കവറിനുള്ളിൽ. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. എവിടെയോ ലോങ് ജേർണി പോകുവാണെന്നാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയേ. നല്ല തിരക്കാണെന്നാണ് തോന്നുന്നത്. കൊക്കോയ്ക്ക് ഒരു ബൂസ്റ്റർ ഡോസും പിന്നെ റാബീസിൻ്റെ ഇഞ്ചക്ഷനുമാണ് എടുക്കേണ്ടത്. ബൂസ്റ്റർ ഡോസ് ഓൾറെഡി 2 ദിവസം ലേറ്റ് ആയിട്ടുണ്ട്. ഡോക്ടർ വഴക്ക് പറയുമോ എന്നറിയില്ല. റാബീസ് വാക്സിൻ അവിടെ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് കൊക്കോയുടെ ബൂസ്റ്റർ ഡോസിനോടൊപ്പം അവൾക്ക് വേണ്ടുന്നത് പുറത്തുനിന്ന് എഴുതി തന്നു. സ്നോയുടെ വാക്സിനേഷൻ നെക്സ്റ്റ് വീക്കെൻഡിൽ എടുത്താൽ മതിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 12 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ നല്ല റഷ് ആയതുകൊണ്ട് അവർ ഇഞ്ചക്ഷൻ വാങ്ങി വരാൻ പറഞ്ഞതാണ്. അതും ഞങ്ങളുടെ ഭാഗ്യം. കാര്യങ്ങളുടെ ഇരിപ്പുവശമൊക്കെ ഏകദേശം മനസ്സിലായതുകൊണ്ടാണ് കൊക്കോ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇഞ്ചക്ഷൻ എല്ലാം വാങ്ങി വന്ന് ആൾക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പനി വരാതിരുന്നാൽ മതിയായിരുന്നേ. അങ്ങനെ നമ്മൾ വിജയകരമായി വീടെത്തിയിരിക്കുകയാണ്. ഈ നിൽക്കുന്ന പുള്ളിക്കാരിയെ കണ്ടോ? ഈ പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോകുന്ന ദിവസമാണ് ഞങ്ങൾ ഇതിനെ ആദ്യമായി കാണുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അതൊരു എല്ലും കോലുമായി ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അതിനെ റെഡിയാക്കി എടുത്തു. ചുരുക്കിക്കൂട്ടി പറഞ്ഞാൽ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. അത് ഞങ്ങളുടെ വീട് വിട്ട് എങ്ങും പോകുന്നില്ല. ഇനി എൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് വേണം വാക്സിനേഷൻ എടുക്കാൻ.